ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. കുറച്ച് ദിവസമായി ലൈവായിട്ടൊരു വീഡിയോയിലേക്ക് വന്നിട്ട് നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നല്ലോ, ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി വലിയൊരു ആഘോഷമായിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി വരുന്ന, ഇതിലൊക്കെ നമുക്ക് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഭഗവാൻ തരുന്നതാണ് ഇതിൻ്റെ എല്ലാം തിരക്ക്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന ഒരു വിഷയം, യൂട്യൂബേഴ്സിലെ ധാരാളം സജ്ജനങ്ങളായിട്ടുള്ളവർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈവായിട്ട് വീഡിയോ കാണുന്നില്ലല്ലോ എന്നുള്ളൊരു അന്വേഷണം വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു അന്വേഷണം വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെന്നും കൂടെ അന്വേഷിക്കുന്നു. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് അതിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഹരിനാമ കീർത്തനത്തിലെ എല്ലാ ശ്ലോകങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഓരോ ശ്ലോകങ്ങളും നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് മഹത്വം നിറഞ്ഞതാണ്. അപ്പം അതിലെ ഒരു ശ്ലോകം ഇന്ന് ഞാൻ എടുക്കുകയാണ് പറയാൻ വേണ്ടി. അപ്പം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. എല്ലാവരും കേൾക്കണം. എല്ലാവരും സപ്പോർട്ടുകൾ തരുന്നവരാണ്. ഇനിയും കൂടുതൽ സപ്പോർട്ടുകൾ തരിക. എല്ലാവരും കേൾക്കുവാനൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് വരാം. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരു അരുളാലെ ദേവ കേളുമരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവോ ഉര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. എത്ര അർത്ഥവത്തായിട്ടുള്ള ശ്ലോകമാണല്ലേ. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. ആരുടെയൊക്കെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? ഹരിനാമ കീർത്തനം പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചൊല്ലുവാനായിട്ട്. ആദ്യം നമുക്ക് പഠിക്കണമല്ലോ, എന്നിട്ട് വേണ്ടേ നമ്മൾ ചൊല്ലുവാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹരിനാമ കീർത്തനം എന്ന ആ ഗ്രന്ഥത്തെ നമുക്ക് ഉച്ചരിക്കുന്നതിന് ആ പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ സച്ചിദാനന്ദ ഗുരുവിൻ്റെ കാരുണ്യത്താൽ ദേവേന്ദ്രൻ അതുപോലെ മുതലായിട്ടുള്ള 33 ആ ദേവകളും അതേപോലെ സനകാദി 48 കോടി മഹർഷിമാരും ജാമ്പാലി അങ്ങനെ മുതലായിട്ടുള്ള ആ ബ്രഹ്മോത്തമന്മാരും എന്നെ വഴി പോലെ അനുഗ്രഹിക്കണം. എങ്കിലേ ഇത് ചൊല്ലാൻ പറ്റൂ. എന്നാൽ മനുഷ്യൻ ആ ഭൂമിയിൽ പിറന്ന് മരിക്കുന്നത് വരെ നാമസങ്കീർത്തനം ചെയ്യേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്ന് ഈ ഒരൊറ്റ കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഭഗവാനെ എപ്പോഴും ആ നാമസങ്കീർത്തനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരിനാമ കീർത്തനം ചൊല്ലുവതിന് ആ ഗുരുക്കന്മാർ തുണയ്ക്കണം. ഗുരുവിൻ്റെ കടാക്ഷമില്ലെങ്കിൽ നമുക്ക് ഒന്നും സാധ്യമല്ല, ഒന്നും പഠിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഗുരു കടാക്ഷം ഉണ്ടായാൽ
നമുക്കിതൊക്കെ പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നാമസങ്കീർത്തനത്തിന്റെ ആവശ്യകത എന്താണ് എന്നത് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് ഈ കീർത്തനം. അപ്പൊ എല്ലാവരും ഹരിനാമ കീർത്തനം ദിവസവും പാരായണം ചെയ്യുക. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച്. അത് അർത്ഥതലത്തിലേക്ക് പോകണം. അർത്ഥം മനസ്സിലാക്കി വേണം ശ്ലോകം നമ്മൾ പഠിക്കുവാനായിട്ട്. അപ്പൊ ഭഗവത് അനുഗ്രഹത്തോടു കൂടി ആ ശ്ലോകങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അറിയാം, ഇത് ജീവിതത്തിൽ ഒരു ദിവസം പോലും മാറ്റിവെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല ഹരിനാമ കീർത്തനം. വളരെ അത്യാവശ്യമാണ്. ആ നാമം, ഹരിയുടെ ആ നാമം ആരാണോ ചൊല്ലുന്നത് അവർക്കുണ്ടാവുന്നതായ ആ ദോഷവശങ്ങള് ആ നാമ സങ്കീർത്തനം കൊണ്ട് മാറുമെന്നുള്ളതാണ്. അപ്പൊ ഗുരു കടാക്ഷത്തോടു കൂടി ആ ഹരിനാമ കീർത്തനം പഠിക്കുന്ന പഠിതാക്കൾക്കൊക്കെ ആ ഭഗവത് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ചൊല്ലുന്ന നാമങ്ങളുടെ ഒക്കെ ആ ശക്തി നമുക്ക് കാലാകാലങ്ങളിലായിട്ട് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു വാക്ക് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് തുണയായിട്ട് വരും ആ ഭഗവത് കടാക്ഷം. അതാണ് ഹരിനാമകീർത്തനത്തിന്റെ ഒരു ആ മഹത്വം. അത് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പഠിക്കണം. നമുക്കൊരു ഗ്രന്ഥം വായിക്കാൻ അറിയാമെന്ന് കണ്ട് നമ്മൾ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഹരിനാമകീർത്തനം ഇനിയും പഠിക്കാൻ തയ്യാറാവണം. പഠിച്ചിട്ടില്ലാത്തവര് ആ ഗുരു പരമ്പരയുടെ ആ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് പഠിക്കണമെന്ന് പോലും നമുക്ക് തോന്നുന്നത്. അതാണ്. അപ്പൊ എല്ലാവർക്കും ഭഗവത് കടാക്ഷത്താൽ ഹരിനാമകീർത്തനം പഠിക്കുവാനായിട്ട് സാധിക്കട്ടെ. പഠിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു മെസ്സേജ് ഇടുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമ്മൾ ഓരോ ശ്ലോകം വെച്ച് പഠിപ്പിക്കുകയും അതിൻ്റെ അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകം ഇവിടെ നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശ്ലോകം ഇവിടെ ശുഭമായിട്ട് പര്യവസാനിക്കും. ഹരി.